ബിൽഡിംഗ് കൂടി ആയി. എല്ലാവർക്കും പോത്തന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന് ഔപചാരികമായ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. തവനൂർ നിയോജക മണ്ഡലത്തിലെ പോത്തന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന് പുതുതായി നിർമ്മിച്ച ഈ മനോഹരമായ കെട്ടിടം ഇന്ന് നാടിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 1 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ഇരുനില മന്ദിരം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 5 ക്ലാസ് മുറികളും ഹൈടെക് സൗകര്യങ്ങളും ഉൾപ്പെടെ ഈ കെട്ടിടം നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് താഴത്തെ നിലയിലെ ക്ലാസ് മുറികൾ ആവശ്യമെങ്കിലും ഒരു സ്റ്റേജായി മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഇതിന്റെ നിർമ്മാണ ശൈലി ഏറെ അഭിനന്ദനാർഹമാണ്. ഭാവിയിൽ ഒരു നില കൂടി പണിയാൻ കഴിയുന്ന വിധത്തിലുള്ള ശക്തമായ അടിത്തറയോടു കൂടിയാണ് ഈ വിദ്യാലയ മുറ്റം ഒരുങ്ങിയിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഈ വിദ്യാലയത്തിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ പരിശ്രമിച്ച ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുതിയ കെട്ടിടം സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. KT ജലീൽ MLA ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യാപകത്തിൽ എക്സ്പീരിയൻസ് ലേണിംഗിന്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികൾ നേരിട്ട് അവർക്ക് കുട്ടികൾക്ക് അനുഭവവേദ്യമായ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സെന്ന രീതിയിൽ ഇന്നലെ പോലും നമ്മുടെ കുട്ടികൾക്ക് നല്ല സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യം നിറഞ്ഞവരെ ഇങ്ങനെയായിരുന്നില്ല. ഞാനും ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം വരുന്ന ആളുകളും ഒരു കെട്ടിടങ്ങൾ മാത്രമല്ല, മറിച്ച് ഓരോ കുട്ടിക്കും സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വഴിയൊരുക്കുന്ന ഒരിടം കൂടെയാണ്. ഓരോ കുട്ടിക്കുള്ളിലും ഓരോ കലാകാരന്മാരുണ്ട്. സമ്മേളനം ഇന്നിവിടെ നടക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, KT ജലീൽ അവർകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികൾ, ഈ മഹത്തായ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവർകൾ, സ്വാഗതം ആശംസിച്ച് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഈ കെട്ടിട ഉദ്ഘാടനം 1926 ഓലമേഞ്ഞ ഒരു മദ്രസ കെട്ടിടം വിട്ടുതന്നത് ചാമപ്പറമ്പിൽ ഒരു എന്ന മഹാനായ നിറഞ്ഞ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട മുഹൂർത്തത്തിനകത്ത് രേഖപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി 45,000-ത്തിലധികം ക്ലാസ് റൂമുകളാണ് ഹൈടെക് ഉന്നത നിലവാരത്തിലുള്ള ഹൈടെക് ക്ലാസ് റൂമുകളായിട്ട് മാറിയിട്ടുള്ളത്. നിർമ്മിക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട MLA ഡോക്ടർ KT ജലീൽ അവർ, അതുപോലെ തന്നെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വൈസ് പ്രസിഡന്റ് തുടങ്ങിയ മുഴുവൻ ആളുകൾ, പ്രത്യേകിച്ച് അതിലുപരിയായിട്ട് ഈ വിദ്യാലയത്തിലെ എന്റെ അധ്യാപകൻ കൂടിയായിട്ടുള്ള മോഹൻ മാസ്റ്റർ, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള PTA, SMC, മറ്റ് MTA അംഗങ്ങൾ, അതുപോലെ നമ്മുടെ കൂടെ എപ്പോൾ സഹകരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ രക്ഷിതാക്കള്, മറ്റു നാട്ടുകാരും എല്ലാവരെയും ആ സ്നേഹത്തോടെ അഭിസംബോധന സ്വപ്നമായി കൊണ്ടു നടന്നിരുന്ന ഈ കെട്ടിട ഉദ്ഘാടനം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മനിർവൃതിയിലാണ്. നമ്മൾ നല്ല കെട്ടിടമുണ്ടായി
അതുകൊണ്ട് സ്കൂൾ കേമമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നേരത്തെ ഇവിടെ MLA സംസാരിക്കുമ്പോൾ പറഞ്ഞു 330 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. നിത്യഹരിത യൗവനത്തോടു കൂടെ നിലനിൽക്കുന്നു എന്നത് നമുക്കെന്നും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വിദ്യാർത്ഥികളെ ആശംസ അർപ്പിക്കലിന്റെ ആധിക്യത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് എല്ലാവരും സന്തോഷത്തിന്റെ ഒരു നിർവൃതിയിലാണ്. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് സ്കൂളിന്റെ സമൃദ്ധമായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയും വൈകിയ വേളയിൽ നന്ദി ഒരുപാട് നീട്ടുന്നില്ല, അതൊരു അനാദരവായി കരുതരുത്. നമ്മുടെ 100ന്റെ നിറവിൽ എത്തി നിൽക്കുന്ന നമ്മുടെ പ്രിയ വിദ്യാലയത്തോടൊപ്പം 22 വർഷക്കാലം എനിക്കും